പിന്നെ നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ഇനി CCNA ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. അതായത് ബേസിക് കൺസെപ്റ്റ് മുതൽ, അതായത് നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാത്തവർ, നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റിനെ കുറിച്ച് അറിയാത്തവർക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മുതൽ A to Z കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ നെറ്റ്വർക്ക് കൺസെപ്റ്റ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഫയർവാൾ, ഇനി അടുത്ത സെഷനിൽ പാലോട്ടോ ഫയർവാൾ വരുന്നതാണ്. അതുപോലെ തന്നെ റൗട്ടർ, സ്വിച്ച്, അതുപോലെ തന്നെ എല്ലാം നമ്മൾ CCNൻ്റെ കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് FortiGate ഫയർവാളിൽ നാറ്റ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നോർമലി നമ്മൾ എങ്ങനെയാണ് റൗട്ടറിൽ കോൺഫിഗർ ചെയ്യുക, അതേ കൺസെപ്റ്റ് തന്നെയാണ് FortiGate ഫയർവാളും. പിന്നെ അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യണം, അതിൻ്റെ സെറ്റപ്പാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ടോപ്പോളജിയിൽ നമ്മൾ നോർമലി കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ടോപ്പോളജി തന്നെയാണ്. ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻ്റർഫേസ് മാത്രമാണ്. പോർട്ട് 3 ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലാൻ ഇൻ്റർഫേസ്, ഈ ലാൻ ഇൻ്റർഫേസിൽ ഈ പോർട്ട് 2 ആണ്. ഈ പോർട്ട് 2ൽ ഞാൻ ലാൻ ഇൻ്റർഫേസിൽ 3 ഡിവൈസ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് DMZ സോണാണ്. ഈ ഒരു കൺസെപ്റ്റ് ഇന്നലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാൻ ഇൻ്റർഫേസ് എങ്ങനെയാണ് നാറ്റ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് കോൺഫിഗറേഷനിലേക്ക് പോകാം. കോൺഫിഗറേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അത് നമ്മൾ ഫയർവാൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻ്റർഫേസിന് IP കൊടുത്തു. എല്ലാ ഇൻ്റർഫേസിനും IP കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, പോർട്ട് 1, പോർട്ട് 3 ആൻഡ് വാൻ ഇൻ്റർഫേസ് നമ്മൾ IP കൊടുത്തിട്ടുള്ളത് 100.10.10.1. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. വാൻ ഇൻ്റർഫേസിന് IP കൊടുത്തിട്ടുള്ളത് ഇതാണ്, 100.10.10.1/24 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളത്. ഓക്കെ അടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാനുള്ളത് പോളിസിയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 100.10.10.10ലേക്ക് പിങ് അടിക്കും. പിങ് പോകില്ല, നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പോളിസിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പോളിസി ഒബ്ജക്റ്റിൽ പോവുക. ഒബ്ജക്റ്റിൽ പോയതിനു ശേഷം ഫയർവാൾ പോളിസി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇവിടെ DMZ സോണിലേക്ക്, അതായത് VLAN 10ലേക്കും VLAN 20ലേക്കും നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വിഷയമല്ല, അപ്പം അത് ഒഴിവാക്കാം. പുതിയതായിട്ട് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുക. അതായത് LAN to WANലേക്ക് പോകാനുള്ളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, LAN to WAN. ഇൻകമിങ് ട്രാഫിക് വരുന്നത് വെച്ചാൽ LAN എന്ന് വരുന്നത്, അതായത് പോർട്ട് 2 ഔട്ട് ഗോയിങ് WAN ഇൻ്റർഫേസ് പോർട്ട് 3. ആൻഡ് സോഴ്സ് നമ്മളെല്ലാ സോഴ്സും കൊടുക്കുന്നുണ്ട്. ഓൾ സോഴ്സ് ആൻഡ് ഓൾ ഡെസ്റ്റിനേഷൻ ആൻഡ് സർവീസ് ഓൾ. ആൻഡ് ഹിയർ യു ക്യാൻ സീ ദ നാറ്റ് ഓപ്ഷൻ. ഓക്കെ, നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ നാറ്റിൻ്റെ ഓപ്ഷൻ കാണിക്കുക. അപ്പം എങ്ങനെ നാറ്റ് കോൺഫിഗർ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇത് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഡിസേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ട്രാഫിക് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ നാറ്റ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് കാണാം, നാറ്റ് ഡിസേബിൾ ആണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു PC-യിൽ നിന്ന് ഈ ഒരു ഇൻ്റർനെറ്റിലേക്ക്, അതായത് ഈ റൗട്ടറിലേക്ക് നമ്മൾ പിങ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ട്രാഫിക് പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഓക്കെ, ഈ VPC ഞാൻ ഇവിടെ എല്ലാ 3 PC ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, അതായത് ഈ ഒരു റൗട്ടറും ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഒരു റൗട്ടറിൽ നമ്മൾ ഡീബഗ് എനേബിൾ ചെയ്യുക, ICMP ഡീബഗ് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഡീബഗ് IP ICMP. ഓക്കെ, അതായത് ICMP ഞാൻ എനേബിൾ ചെയ്ത് നമുക്ക് ഇതിൽ പോകുന്ന ട്രാഫിക് നമുക്ക് ഇതിൽ കാണാൻ ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ആദ്യം പിങ് ചെയ്ത് നോക്കാം. പിങ് 100.10.10.10ലേക്ക് പിങ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ പിങ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിങ് കിട്ടുന്ന സമയത്ത് നമുക്ക് റൗട്ടറിൽ ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ലോഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ICMP ലോഗ് കാണാൻ സാധിക്കും. എക്കോ റിപ്ലൈ ആണ്, അതായത് 100.10.10ൽ നിന്ന് 192.168.10ലേക്ക് ഒന്ന് റിപ്ലൈ പോകുന്നുണ്ട്. അപ്പം റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഇൻ്റർഫേസ്, അതായത് നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ പിങ് ചെയ്തത്, ആ പിങ് ചെയ്തതിടത്തേക്ക് തന്നെയാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നാറ്റ് എനേബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, ബൈ ഡിഫോൾട്ട് നമ്മൾ നാറ്റ് ഇവിടെ എനേബിൾ ചെയ്തിട്ടില്ല, ഡിസേബിൾ ആണ്. നാറ്റ് ഡിസേബിൾ ചെയ്തിട്ടാണ്, അപ്പോൾ നാറ്റ് ഇവിടെ നടന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നാറ്റ് എനേബിൾ ചെയ്തിട്ട് എങ്ങനെയാണ് ട്രാഫിക് പോകുന്നത് നോക്കാം. നാറ്റ് ഈ ഒരു പോളിസി തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നാറ്റ് ഇവിടെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നാറ്റ് എനേബിൾ ചെയ്യുക. അതിന് ശേഷം ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും.
അതായത് യൂസ് ഔട്ട് ഗോയിങ് ഇൻ്റർഫേസ് അഡ്രസ്സ് എന്നുണ്ട്, യൂസ് ഡൈനാമിക് IP പൂൾ എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഇത് ഔട്ട് ഗോയിങ് ഇൻ്റർഫേസിൻ്റെ അഡ്രസ്സ് തന്നെ ആയിരിക്കും കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് ആറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ 100.10.10.1 ഈ ഒരു ഇൻ്റർഫേസിൻ്റെ IP തന്നെ ആയിരിക്കും ഇവിടുന്ന് ഔട്ട് ഗോയിങ് ഇൻ്റർനെറ്റിലേക്ക് പോകുമ്പോൾ എടുക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എനേബിൾ ചെയ്തു. ഓക്കെ, നെറ്റ് എനേബിൾ ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി പിങ് ചെയ്ത് നോക്കാം. നമ്മൾ പിങ് ചെയ്തു. പിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതായത് നമ്മൾ പിങ് ചെയ്ത സോഴ്സും ഡെസ്റ്റിനേഷനും ഒക്കെ മാറിയിട്ടുണ്ട്. അതായത് എക്കോ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉള്ളത് എക്കോ റിപ്ലൈ ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ, റിക്വസ്റ്റ് ഇവിടുന്ന് കാണുന്നില്ല. നമുക്കത് റിക്വസ്റ്റ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ വയർഷാക്കിൽ നമുക്ക് ആ ഒരു ഇൻ്റർഫേസിൻ്റെ അത് ക്യാപ്ചർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ റിപ്ലൈ വരുന്നത് ഈ ഒരു, അതായത് ഈ റൗട്ടറിൽ നിന്നാണ് റിപ്ലൈ വരുന്നത്. പക്ഷേ റിപ്ലൈ വരുന്ന ഇൻ്റർഫേസ് അതായത് ഡെസ്റ്റിനേഷൻ, അതായത് ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് അതായത് ഇത് തന്നെയാണ് സോഴ്സും ഇതിൻ്റെ ഡെസ്റ്റിനേഷനും, അതായത് ഈ ഒരു ഇൻ്റർഫേസിലേക്കാണ് അതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ എന്ത് ക്യാപ്ചർ ചെയ്ത് നോക്കുക. അതായത് പോർട്ട് 3 ഒന്ന് നമുക്കൊന്ന് വയർഷാക്ക് യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്ത് നോക്കാം. പോർട്ട് 3 ക്ലിക്ക് ചെയ്യുക. പോർട്ട് 3 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ആ ഒരു ഇൻ്റർഫേസിൻ്റെ ക്യാപ്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി പിങ് ചെയ്ത് നോക്കുക. പിങ് ചെയ്ത് നോക്കുന്ന സമയത്ത് റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു വയർഷാക്ക് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും പിങ് റിക്വസ്റ്റ് ഇതിലേ പോകുന്നുണ്ട്. നമുക്ക് വയർഷാക്കിൻ്റെ ഒരു ഈ വിൻഡോയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ട്യൂട്ടോറിയൽ ചെയ്യുന്നതാണ്. നമുക്ക് ഈ വയർഷാക്കിൽ നമുക്ക് ടൈം, അതായത് ഏതൊക്കെ ടൈമിലാണ് ഇവിടുന്ന് മെസ്സേജ് പോകുന്നതെന്നുള്ളതും പാക്കറ്റ് എങ്ങനെ പോകുന്നുള്ളതും അതിൻ്റെ സോഴ്സും അതിൻ്റെ ഡെസ്റ്റിനേഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോക്കോൾ ഏതാണെന്നുള്ളതും ഇവിടെ നമ്മൾ ICMP ആണ്. അതിൻ്റെ റിപ്ലൈ, അതായത് ഏതാണ് പാക്കറ്റ് ഏതാണെന്ന് പോകുന്നത് കാണാൻ സാധിക്കും. ഫസ്റ്റ് നമ്മളിവിടെ ICMP എക്കോ റിക്വസ്റ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇവിടെ ഈ ഒരു റൗട്ടറിൽ നമ്മൾ ഡീബഗ് ചെയ്ത സമയത്ത് നമുക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ കാണാൻ, റിപ്ലൈ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, റിക്വസ്റ്റ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വയർഷാക്ക് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിക്വസ്റ്റും കാണാൻ സാധിക്കും, റിപ്ലൈ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതായത് റിക്വസ്റ്റ് പോയത് നമ്മൾ റിക്വസ്റ്റ് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്ത റിക്വസ്റ്റ് എവിടെ നിന്നായിരുന്നു, അതായത് ഈ ഒരു PC-യിൽ നിന്നാണ് നമ്മൾ റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത്. അതായത് VPC 7, അതായത് PC 1 നിന്നായിരുന്നു റിക്വസ്റ്റ് പോയത്. അപ്പം ആ ഒരു PC-യുടെ IP ആയിരുന്നു നമുക്ക് വേണ്ടത്, സോഴ്സ് അവിടെ നിന്നാണ് വേണ്ടത്. നെറ്റ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ നെറ്റ് എനേബിൾ ചെയ്തുകൊണ്ട് അതിൻ്റെ സോഴ്സ് മാറി. ഓക്കെ, അതായത് ഈ ഔട്ട് ഗോയിങ് ഇൻ്റർഫേസിൻ്റെ IP ആയി. ഓക്കെ, നമ്മളിവിടെ എനേബിൾ ചെയ്തിട്ടുള്ള ഔട്ട് ഗോയിങ് ഇൻ്റർഫേസ് ആണ്. ഓക്കെ, ആ ഒരു ഇൻ്റർഫേസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. വയർഷാക്കിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സോഴ്സും ഡെസ്റ്റിനേഷൻ കറക്റ്റാണ്. പിന്നെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ റീച്ചബിലിറ്റി വരുമ്പോൾ ഡെസ്റ്റിനേഷൻ സോഴ്സ് കാണുന്നത് തന്നെയാണ്, എൻ്റെ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ഈ ഒരു ഇൻ്റർഫേസ്, അത് ഔട്ട് ഗോയിങ് ഇൻ്റർഫേസിലേക്ക് തന്നെയാണ് അതിൻ്റെ റിപ്ലൈ പോകുന്നത്. ഇനി നമ്മൾ നാറ്റിലെ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. എങ്ങനെ വെച്ചാൽ ഫോർട്ടിക്കേറ്റ് ഫയർവാൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പോളിസി പോയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോളിസിനെ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ യൂസ് ഡൈനാമിക് പൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, IP പൂൾ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് ഒരു പ്ലസ് ഐക്കൺ വരുന്നു. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ആ ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ അടിക്കുക, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് എങ്ങനെ ചെയ്യുന്ന ശേഷം നമ്മളിവിടെ പേര് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നാറ്റ് പൂൾ 1 ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക, നിങ്ങൾ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേര് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പല ടൈപ്പ് ഉണ്ട്, അതായത് ഓവർലോഡ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, 1-to-1 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, ഫിക്സ്ഡ് പോർട്ട് റേഞ്ച് കാണിക്കുന്നുണ്ട്, പോർട്ട് ബ്ലോക്ക് അലോക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നോർമലി റൗട്ടറിൽ എങ്ങനെ നമ്മൾ നാറ്റ് ചെയ്യുന്ന സമയത്ത് പാറ്റേൺ ഓപ്ഷൻ ഉണ്ട്, അതായത് പോർട്ട് അഡ്രസ്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ IP ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതായത് സെയിം IP ആയിരിക്കും എല്ലാ ക്ലയൻറ്റിനും, അതായത് എൻ്റെ ഡിവൈസിനും, അതായത് LAN to WANലേക്ക് പോകാനുള്ള എല്ലാ ഡിവൈസിനും ഒരൊറ്റ IP ആയിരിക്കും. പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്യുക പോർട്ട് നമ്പർ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഇവിടെ ഓവർലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് പാറ്റേൺ ഓപ്ഷൻ. അതിനുശേഷം നമ്മൾ എക്സ്റ്റേണൽ IP അഡ്രസ്സ് ആൻഡ് റേഞ്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ എക്സ്റ്റേണൽ IP കൊടുക്കുക. ഞങ്ങളിവിടെ 200.100.100.1 to 200.100.100.1. ഓക്കെ, സെയിം IP തന്നെയാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരൊറ്റ IP മാത്രമേ ഇവിടുന്ന് എല്ലാ ഡിവൈസിനും ഔട്ട് ഗോയിങ്ങിലേക്ക് പോകാൻ, അതായത് വാൻ ഇൻ്റർഫേസിലേക്ക് പോകാനുള്ള ഒരൊറ്റ IP മാത്രമേ ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ശരി, ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ക്രിയേറ്റ് ചെയ്ത പൂള് അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ
ഡൈനാമിക് IP പൂൾ ക്രിയേറ്റ് ചെയ്തു. ആ പൂൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തു. ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നാറ്റിൻ്റെ ഓപ്ഷനിൽ ആ ഒരു പൂളിൻ്റെ നെയിം കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ പൂളിൻ്റെ എവിടെ അതിൻ്റെ റേഞ്ച് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ആ ഒരു എക്സ്റ്റേണൽ PC യിൽ നിന്ന് നമ്മൾ ഒരു റിക്വസ്റ്റ്, അതായത് നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റിലേക്ക് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ IP നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഡിവൈസിനും നമുക്ക് റീച്ചബിലിറ്റി ഇവിടെ കിട്ടും. ഓക്കെ, ഇവിടെ എല്ലാ ഡിവൈസിനും റീച്ചബിലിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വയർഷാക്കിൽ പോവുക. വയർഷാക്കിൽ പോകുന്ന സമയത്ത് നമുക്ക് പാക്കറ്റ് ക്യാപ്ചർ എല്ലാ ഡിവൈസും നമുക്ക് റിക്വസ്റ്റും റിപ്ലൈ പോയിട്ടുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് വന്നിട്ട് നമുക്കറിയാം എക്കോ റിക്വസ്റ്റ്, അതായത് റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഏതാണ് 192.168.1.0 എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ സോഴ്സ് കാണിക്കുന്നത് 200.100.100, അതായത് നമ്മൾ ആ ഒരു നാറ്റ് പൂളിൽ ഏത് IP ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ഡിവൈസിനും ആ ഒരൊറ്റ IP ആണ് കാണിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 200. ഇവിടെ നിന്ന് ഒരുപാട് റിക്വസ്റ്റ് പോകണം, അതായത് 3 PC യിൽ നിന്നും നിങ്ങൾക്ക് റിക്വസ്റ്റും റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സോഴ്സ് കാണിക്കുന്നത് 200.100.100.1 ആണ്. ഓക്കെ, നമുക്ക് ഈ ഫയർവാളിൽ അതിൻ്റെ സെഷൻ ടേബിൾ നോക്കുന്ന സമയത്ത് ആ സെഷനിൽ എങ്ങനെയാണ് ആ IP പോയിട്ടുള്ളതും അതിനെ പോർട്ട് ചെയ്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് ഗെറ്റ് സിസ്റ്റം സെഷൻ ലിസ്റ്റ് എന്നുള്ള കമൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സെഷൻ ടേബിൾ കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി സെഷൻ ഇവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പിങ് ചെയ്തതിന് ശേഷം നമ്മൾ സെഷൻ ടേബിൾ നോക്കാം. ഓക്കെ, അതിനുശേഷം ഫയർവാൾ വന്നതിന് ശേഷം ഒന്നുകൂടി സെഷൻ ടേബിൾ നോക്കുന്ന സമയത്ത് സെഷൻ ടേബിളിൽ നമുക്ക് അതിൻ്റെ സെഷൻ കാണാൻ സാധിക്കും. അതായത് ഞാൻ ചെയ്തിട്ടുള്ളത് 1.12 1.10 1.11. ഓക്കെ, 3 PC യിൽ നിന്നും ഞാൻ എന്താണ് എക്കോ റിക്വസ്റ്റ് ICMP സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സോഴ്സിനായിട്ട് കണ്ടോ, അവിടെ ഓപ്ഷൻ ഉണ്ട്, സോഴ്സിനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് സോഴ്സിനായിട്ട് ഉണ്ട് 200.100.1. എല്ലാ IPക്കും എല്ലാ ഒരു ഇൻറ്റേർണൽ ഡിവൈസിനും കിട്ടിയിട്ടുള്ള ഔട്ട് ഗോയിങ് IP എന്നുള്ളത് സെയിം IP ആണ്. പക്ഷേ ഇവിടെ അതിൻ്റെ പോർട്ട് നമ്പർ നിങ്ങൾക്കറിയാം, എല്ലാത്തിനും ഡിഫറെൻറ്റ് പോർട്ട് നമ്പറാണ്. ഓക്കെ, എല്ലാത്തിനും ഡിഫറെൻറ്റ് പോർട്ടാണ്. അപ്പോൾ ഈ പോർട്ട് നമ്പർ ബേസ് ചെയ്തിട്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അതാണ് സെക്കൻഡ് മെത്തേഡ് പറഞ്ഞ് ഈ ഒരു ഇതിൽ സെക്കൻഡ് മെത്തേഡ് അതാണ്, ഓവർലോഡ് ഓപ്ഷൻ അതാണ് കാണിക്കുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒന്നുകൂടി ഇതിൽ തന്നെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 1-to-1 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നോക്കാം, അതായത് സ്റ്റാറ്റിക്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ഓവർലോഡ് എന്ന് പറഞ്ഞാൽ പാറ്റാണ്, അതായത് സെയിം IP ആയിരിക്കും, അതിനെ പോർട്ട് നമ്പർ ബേസ് ചെയ്തിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി 1-to-1 നോക്കാം. 1-to-1 ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലാൻ ഇൻ്റർഫേസിൽ 3 ഡിവൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 IP കൊടുക്കണം. അതിന് എല്ലാ ഡിവൈസിനും സെപ്പറേറ്റ് IP ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 2 IP കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 ഡിവൈസിന് IP കൊടുക്കുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒന്നുകൂടി നമ്മൾ എല്ലാ ഡിവൈസിനും പിങ് അടിച്ചു നോക്കാം. ഓക്കെ, പക്ഷേ ഈ ഒരു PCക്ക് നമുക്ക് പിങ് കിട്ടുന്നില്ല. കാരണം നമ്മൾ അതിൻ്റെ ആ IP പൂളിൽ നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ളത് ആകെ ഒരു മിനിറ്റ്, ഈ IP പൂൾ നമ്മൾ എക്സ്റ്റേണൽ IP പൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പൂളിൽ ആകെ 2 IP മാത്രമേ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് റിപ്ലൈ കിട്ടുന്നില്ല. ഓക്കെ, അതായത് സ്റ്റാറ്റിക് റൗട്ടിങ്, നമ്മൾ എത്ര ഡിവൈസ് അവിടെ ഉണ്ടോ ആ ഡിവൈസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് IP കൊടുത്തിട്ട് ആ ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ പൂളിൽ അപ്പം ഫുള്ളാണെങ്കിൽ നമുക്ക് റീച്ചബിലിറ്റി കിട്ടില്ല. ഓക്കെ, ഈ മൂന്നാമത്തെ ഓപ്ഷനെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ അതായത് പോർട്ട് ഫിക്സ്ഡ് പോർട്ട് റേഞ്ചും അതായത് തന്നെ പോർട്ട് ബ്ലോക്ക് അലോക്കേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത്തെ ഒരു പാർട്ട് 2 ഇറക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് ഫയർവാൾ പോളിസി അതുപോലെ തന്നെ നാറ്റ് എങ്ങനെ കോൺഫിഗർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.